ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ആൻഡ് ട്രൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എൻ്റെ കുഞ്ഞേച്ചി പറഞ്ഞു തന്ന പിസ്സ റെസിപ്പിയാണ്. ഓവനില്ലാതെയും ഓവനിലും ഇതെങ്ങനെ ബേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. പിസ്സ ഡോ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഈസ്റ്റ് മിക്സാണ്. 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ചെറു ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് യോജിപ്പിക്കുക. ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് വയ്ക്കാം. ഒരു മീഡിയം പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 1 കപ്പ് മൈദയിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് മിക്സ് ഒഴിക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ഗാർലിക് പൗഡറും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പൂരിക്കൊക്കെ കുഴിക്കുന്ന അതേ കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. എല്ലാ ചേരുവകളും നന്നായിട്ട് യോജിക്കുന്ന പോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നിടം വരെ കുഴച്ചിട്ട് 3-4 മണിക്കൂർ ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പൊറോട്ട മാവൊക്കെ വെക്കുന്നത് പോലെ തന്നെ എണ്ണ തടവി വേണം ഇതും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാൻ. പിസ്സ സോസ് തയ്യാറാക്കാനായിട്ട് കറുവാപ്പട്ട, വെളുത്തുള്ളി, വറ്റൽമുളക്, സവോള, തക്കാളി, ക്യാരറ്റ്, പച്ചമുളക് ഇതെല്ലാം നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ പച്ചക്കറികളെല്ലാം കൂടി ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. തക്കാളി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കണം. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മൾ കറുവാപ്പട്ട യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ അളവ് കൂടിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം കുക്കറിൽ ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇവിടെ ഇപ്പോൾ ചെറിയ കുക്കറിൽ 2 വിസിൽ വരെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് ഒറിഗാനോയും കൂടെ ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അടി കട്ടിയുള്ള പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും ചീസും സൺഫ്ലവർ ഓയിലും സോസ് മിക്സും അല്പം പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ചിക്കൻ പിസ്സയ്ക്കായിട്ടുള്ള ചിക്കൻ കുട്ടി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മസാല പുരട്ടി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ബ്ലാക്ക് ഒലീവാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അതിനെ ചെറുതായിട്ട് റൗണ്ടിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഗ്രീൻ ഒലീവ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ മൊസറല്ല ചീസാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, ടൊമാറ്റോ, സവോള, ഗ്രീൻ ചില്ലി. ഡോ തയ്യാറാക്കി വെച്ചിട്ട് 4 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ബ്രെഡ് ഉണ്ടാക്കാം. നന്നായിട്ട് പരത്തിയ ശേഷം ഫോർക്ക് കൊണ്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം സോസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ബ്രെഡിൻ്റെ അതേ ലെവലിൽ സോസ് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുള്ളിൽ വേറൊരു സർക്കിൾ നിൽക്കുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ബേക്ക് ചെയ്തെടുക്കാനായിട്ടാണ് വെളിയിൽ ഇങ്ങനെ വൈറ്റ് സർക്കിൾ കാണണമെന്ന് പറയുന്നത്. സോസിന് മീതെ ചീസ് നല്ല കനത്തിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മീതെ വെജിറ്റബിൾസൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. പിസ്സ നല്ല കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് കളറിലുള്ള വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്യാം. ക്യാപ്സിക്കം, ഒലീവ്, ക്യാബേജ്, മുളക് ഇതൊക്കെ പല കളറിലുള്ളത് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ കളർഫുൾ ആവും. വെജിറ്റബിൾസും മീറ്റും ഒക്കെ വെച്ചിട്ട് ലാസ്റ്റ് ലെയർ ചീസായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും മെൽറ്റായിട്ട് നന്നായി സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈക്രോവേവ് ഓവനിൽ 10 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ടെക്സ്ചറൊക്കെ അതുപോലെ തന്നെ നമുക്ക് കിട്ടും. വെജിറ്റബിൾസും ചിക്കനും ഒന്നും വീട്ടിലില്ലെങ്കിൽ ചീസ് മാത്രം ഇട്ടായാലും ചീസ് പിസ്സ നമുക്ക് തയ്യാറാക്കാം. പിസ്സ ബ്രെഡിൻ്റെ തിക്നെസ് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ഇച്ചിരി കട്ടിയുള്ള ബ്രെഡാണ് ഇഷ്ടം. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സും സോസും ഒക്കെ ആയിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത പിസ്സ നമുക്ക് തവയിൽ തയ്യാറാക്കിയെടുക്കാം. അടികട്ടിയുള്ള തവ തന്നെ ഇതിന് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിസ്സ സോസ്, സവോള, ചീസ്, ബാക്കി ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ.
ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെജ് പിസ്സയാണ്. ഫ്ലെയിമിൽ ഡയറക്റ്റായിട്ട് തവ വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഒരു ദോശക്കല്ലിൻ്റെ മേലെയാണ് തവ വയ്ക്കുന്നത്. ഫ്ലെയിം എപ്പോഴും സിമ്മിലാവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കേക്കൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ കുക്കറിനകത്തോ അതുപോലുള്ള വലിയ പാത്രങ്ങൾക്കകത്തോ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്